ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനും ഇൻസ്റ്റയും കൂടി വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ സത്യത്തിൽ ഇൻട്രോ എടുക്കാൻ മറന്നുപോയി. അപ്പം ഞാൻ ഓർത്തു എന്നാൽ പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ വോയിസ് ഓവർ ചെയ്ത് ഒരു വീഡിയോ ഇടാമെന്ന്. ഞങ്ങൾ പകുതി എത്തി, കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഓർത്ത് ഒരു വീഡിയോ എടുക്കാം എന്നിട്ടത് യൂട്യൂബിലിടാം എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തത്. കാരണം ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ടയേർഡായിരുന്നു. ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞായിരുന്നു പോയത്. ഏഞ്ചൽ എൻ്റെ ഉറക്കം ശരിയാവാതെ അവൾ രാവിലെ എണീറ്റ് ഞങ്ങളിങ്ങനെ സിറ്റി സെൻറ്ററിൽ പോയി. പിന്നെ വലിയ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നല്ല സണ്ണി ആയിരുന്നു ഇന്ന്. അപ്പം ഞങ്ങൾ അങ്ങനെ പോയതാണ്. ഏഞ്ചലിക്ക് കുറച്ച് ഷോപ്പ് ചെയ്യണമായിരുന്നു നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. ഇത് വിക്ടോറിയ സ്ക്വയറിൻ്റെ ഉള്ളിലാണ്. ഇത് കണ്ടപ്പം നല്ല ഭംഗി തോന്നി. ഞാൻ ചുമ്മാ വീഡിയോയിൽ എടുത്തേ ഉള്ളൂ. ഇവിടെ വിക്ടോറിയ സ്ക്വയറിൻ്റെ ഉള്ളിൽ ഒട്ടുമിക്ക എല്ലാ നല്ല ബ്രാൻഡ്സുകളും ഉണ്ട്. ഞങ്ങൾ ഇടയ്ക്ക് ചുമ്മാ കറങ്ങാൻ വേണ്ടിയിട്ടും അങ്ങനെ പിന്നെ കാണാനായിട്ടും പിന്നെ ഓരോ കടകളിൽ കയറി ഇറങ്ങാൻ വേണ്ടിയിട്ടുമൊക്കെ വിക്ടോറിയ സ്ക്വയറിൻ്റെ ഉള്ളിൽ വരാറുണ്ട്. പിന്നെ ഇതിൻ്റെ പൊക്കത്തൊരു ഫുഡ് കോർട്ടുണ്ട്. അപ്പം അവിടെ പോയി ഭക്ഷണം കഴിക്കാനും അതിന് പിന്നെയൊക്കെ ആയിട്ട് ഞങ്ങൾ വരാറുണ്ട്. പിന്നെ ഒഡിയോൺ സിനിമാസ് ഇതിൻ്റെ മുകളിലാണ്, അപ്പോൾ അവിടെ വരാറുണ്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ നന്ദോസിൽ കയറി. എനിക്കറിയില്ല അതിൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്ന്. അവിടെ നല്ല ആംബിയൻസ് ആണ്. പിന്നെ അവിടെ ബ്ലൂ ലൈറ്റ് കാർഡിൻ്റെ ഓഫറും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് വന്ന് അവിടുന്ന് ഫുഡ് കഴിക്കാറുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ഫുഡ്. ഞാൻ ചിപ്സും ചിക്കൻ വിങ്സും പിന്നെ ബ്രൊക്കോളിയാണ് ഓർഡർ ചെയ്തത്. അത് നല്ലതായിരുന്നു. ഞങ്ങൾ കിഡ്സ് മീലാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഏഞ്ചല ഓർഡർ ചെയ്തത് റൈസും ചിക്കൻ ബ്രസ്റ്റും പിന്നെ കോണുമായിരുന്നു. അതും നല്ലതായിരുന്നു. ഞങ്ങൾ മീഡിയം സ്പൈസാണ് ഓർഡർ ചെയ്തത്. ഹോട്ട് സ്പൈസ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര എരിവാണ്. ഏഞ്ചലിക്ക് പിന്നെ അത് ഓക്കെയാണ്, എനിക്ക് ഭയങ്കര എരിവാണ്. നല്ല ഫുഡായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും നന്നായിട്ട് കഴിച്ചു. അപ്പോൾ ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞു. അത് പറഞ്ഞില്ലേ ഓൾറെഡി? പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇനിയും ഞങ്ങളുടെ ബസ് സ്റ്റോപ്പിലോട്ട് നടക്കുക. അതെ, ഇനിയും വീട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുക്കണം. ഉറക്കം വരുന്നുണ്ട്, ഉറങ്ങാൻ പോവാ. രാവിലെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഞങ്ങൾ എനിക്ക് ഓഫായിരുന്നു, പക്ഷെ എന്നാലും ഉറക്കം ശരിയല്ല, ഉറങ്ങിയില്ല രാത്രിയിൽ. അപ്പോൾ ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ ഏഞ്ചലിൻ്റെ കൂടെ ഷോപ്പിങ്ങിന് ഇറങ്ങിയതാ. ഇപ്പം സമയം എത്ര മണിയായി? ഇവിടെ ഇപ്പം സമയം 5, ഐ തിങ്ക് ഇറ്റ്സ് 5:30. പക്ഷേ ഇതിപ്പം സമ്മർ ആയതുകൊണ്ട് ഇപ്പം സൺസെറ്റിൽ കുറച്ച് ലേറ്റാണ്. അതുകൊണ്ട് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പം അത്യാവശ്യം നല്ല വെയിലുണ്ട്. വെയിൽ വന്നാൽ തന്നെ ഒരു ബ്രൈറ്റർ മൂഡായിരിക്കുമല്ലോ. അതെ, അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾക്ക് വീട്ടിൽ പോകാൻ തോന്നുന്നുമില്ല, പക്ഷെ മടുത്തു അതുകൊണ്ട് തോന്നുന്നുമുണ്ട്. സോ വി ആർ കൺഫ്യൂസ്ഡ്. അങ്ങനെ മഴ പെയ്യാൻ തുടങ്ങി. പോണോ വേണ്ടിയോ അങ്ങനെ മഴ പെയ്യാനും തുടങ്ങി. അപ്പോൾ ഞങ്ങളിവിടെ ബസ്സിന് വെയിറ്റ് ചെയ്യുക. ഭയങ്കര വെയിലാണ്. അപ്പം വെയിലിൻ്റെ ചൂടും പിടിച്ചുകൊണ്ട് ഇങ്ങനെ സുഖിച്ചിവിടെ നിൽക്കുകയാണ്. അപ്പോൾ സീ യു ലേറ്റർ. ഞങ്ങളുടെ ബസ് വന്നു. ബൈ ഗൈസ്. പിന്നെ ഞങ്ങൾ ബസ്സിൽ കയറി നേരെ വീട്ടിലെത്തി. പിന്നെ വീട്ടിലെത്തുന്നതിൻ്റെ മുന്നേ കുറച്ച് വീഡിയോയും കൂടി എടുത്തു. അതും കൂടി ഞാൻ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞങ്ങൾ സിറ്റി സെൻറ്ററിൻ്റെ ഉള്ളിൽ കൂടെ ബസ്സിൽ വരുവാണ്. അപ്പം നല്ല വെയിലുണ്ട്, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ ഇങ്ങനെ എടുത്തു. അങ്ങനെ ഞങ്ങൾ മെയിനായിട്ട് എപ്പോഴും പോകുന്ന സ്ഥലം ഈ സിറ്റി സെൻറ്ററിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പം ഞങ്ങളൊത്ത് ചുമ്മാ നല്ല രസമാണ് സിറ്റി സെൻറ്റർ കാണാൻ. ഓരോ സമയത്തും ഓരോ ഭംഗിയായിട്ട് തോന്നാറുണ്ട്. അങ്ങനെ ഒരു വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളുടെ ഡേ ഔട്ട് കഴിഞ്ഞു. ഞങ്ങളിനി വീട്ടിലെത്താറായി. ഇച്ചിരി ദൂരം കൂടി ഉള്ളൂ. അതെ, അപ്പോൾ ഇന്നത്തെ വ്ളോഗും കഴിഞ്ഞു. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഞങ്ങൾക്ക് തോന്നുമ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കുന്നു, ഇടുന്നു, ഇത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ വലിയ പ്രത്യേകിച്ചൊന്നും വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഒന്നുമില്ല. ജസ്റ്റ് ബെൽഫാസ്റ്റിൻ്റെ എന്തൊക്കെയുണ്ട്, എവിടെയൊക്കെ ഞങ്ങൾ പോകുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ഒരു ലൈഫ് ജേണി ആയിരിക്കും. ലൈഫിൽ ഞങ്ങളുടെ കുഞ്ഞു ജേണി ആയിരിക്കും ചിലപ്പോൾ ഞങ്ങളുടെ ഈ വ്ളോഗ്. ഞങ്ങളുടെ പുറകിൽ നല്ലൊരു ചെറി ബ്ലോസമിൻ്റെ ട്രീ ഉണ്ട്. ചെറിയ ബ്ലോസം ചെടിയുണ്ട്. പിന്നെ അവിടെ ഒരു വീടിന് മുന്നിൽ നല്ലൊരു പിങ്ക് കളർ ചെടിയുണ്ട്. എനിക്കറിയില്ല ചെടീൻ്റെ പേരെന്താ.
ഞങ്ങൾ പോകുന്ന വഴിക്കാണ്. അപ്പം ഞങ്ങൾ കാണിച്ചു തരാം അല്ലേ ഏഞ്ചല? നല്ല വെയിലുണ്ടെന്ന്. ഇത് ഒറിജിനൽ പൂവാണ്. ഹായ്. ഹായ്. That's us signing off. Bye. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.